സർവമായ ഒരു അന്തിക്കാടൻ സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ് വന്ന ഒരു ഫാസിലിന്റെ വിസ്മയത്തുമ്പത്തിന്റെ വേറൊരു വേർഷൻ അതുപോലെയാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു ഫീൽ ഗുഡ് ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. നിവിൻ പോളിയുടെ ആ ഒരു കിട്ടാതെ പോയ കുറെ സാധനം ഉണ്ടല്ലോ, കഴിഞ്ഞൊരു 6 വർഷമായിട്ട് സിനിമയിൽ നിന്ന് കിട്ടാതെ പോയ നിവിൻ പോളി സിനിമയിൽ ഹീറോ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മിസ്സായി കൊണ്ടിരുന്ന ആ പല എലമെന്റ്സും കുറെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഈ സിനിമയിലൂടെ അഖിൽ സത്യന് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പഴയ സത്യനന്ദിക്കാട് മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് സിനിമ ഓർക്കുന്ന സമയത്ത് തന്നെ ആ സിനിമ നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഗ്രാമഭംഗിയും അതുപോലെ തന്നെ സിനിമയിലെ ഹീറോയിനും അല്ലാത്ത മറ്റ് ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു കഥയും തിരക്കഥയും അതുപോലെ തന്നെ ആ ക്യാരക്ടർ ബിൽഡപ്പ് ഒക്കെയാണ് ആ സിനിമയിൽ ഉണ്ടാവുക. സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ അങ്ങനെയാണ് കണ്ടുവരാറ്. അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് എനിക്ക് സിനിമയിൽ അനുഭവപ്പെട്ടത്. നിവിൻ പോളിയെ കൂടാണ്ട് തന്നെ എനിക്ക് വളരെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ക്യാരക്ടർ ഇതിൽ പ്രേതമായി അഭിനയിച്ച കുട്ടി ഡെലുലു എന്നാണ് ആ സിനിമയിൽ ക്യാരക്ടറിന്റെ പേര്. അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പല സമയത്തും നിവിൻ പോളിയും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള കോമ്പിനേഷനാണ് സിനിമയിൽ ഉടനീളം പലപ്പോഴായിട്ട് കാണിക്കുന്നത്. ആ സമയത്ത് നമുക്ക് നോക്കുമ്പോൾ സ്ക്രീനിൽ അത് അനുഭവിക്കുന്ന സമയത്ത് ഈ പ്രേതമായിട്ട് വന്ന കുട്ടി പല സാഹചര്യങ്ങളിലും നിവിൻ പോളിയെ ഔട്ട് പെർഫോം ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ടാലന്റ് തന്നെയാണ് മലയാള സിനിമയ്ക്ക് എന്നാണ് എനിക്കത് കണ്ട സമയത്ത് തോന്നിയത്. അതുകൂടാതെ പ്രേതം എന്ന് പറയുന്ന ഒരു എലമെന്റ് സിനിമയിലേക്ക് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും വന്നു ചേരുന്ന പലതരം ക്ലീശകളെയും പൊളിച്ചെഴുതുന്ന തരത്തിലുള്ള കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു ഹൊറർ എലമെന്റ് ഉണ്ടല്ലോ, നമുക്ക് പേടിപ്പിക്കുന്ന ആ കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യാതെ ആ പ്രേതത്തിന്റെ സൈഡിൽ നിന്ന് കൂടി ചിന്തിച്ച് എഴുതിയ ഒരു കഥ പോലെ തോന്നിയ ഒരു നോർമൽ പ്രേതം, ഒരു എന്താ പറയാ, ഒരു ഹ്യൂമൻലി നേച്ചറുള്ള ഒരു പ്രേതത്തിന്റെ ഒരു കഥ പുതുതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന പോലെയാണ് തോന്നിയത്. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സിനോടൊക്കെ അടുക്കുന്ന സമയത്ത് ഈ പ്രേതത്തിന്റെ ഇമോഷന്, ഹ്യൂമൻലി ഇമോഷൻ നമുക്ക് വളരെയധികം കണക്ട് ആവുന്ന രീതിയിൽ അത് നന്നായിട്ട് സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അത് പല സാഹചര്യങ്ങളിലും ഔട്ട് പെർഫോം ചെയ്തെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ പഴയ കോമ്പിനേഷൻ അജുവുമായിട്ടുള്ള നിവിൻ പോളിയുടെ കോമ്പിനേഷൻ, പിന്നെ നിവിൻ പോളി ചില സാഹചര്യങ്ങളിൽ കൗണ്ടർ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്ലാങ് ഉണ്ടല്ലോ, ചില പ്രത്യേക സാഹചര്യത്തിൽ സീനോട് ഇണങ്ങി ചേരുന്ന രീതിയിൽ അത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്ന ആ സ്ലാങ്ങിൽ നിന്ന് വിട്ടുമാറി വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ലാങ് ഉപയോഗിക്കുന്ന ഒരു ശൈലി നിവിൻ പോളിക്ക് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു എലമെന്റ് വളരെ നന്നായിട്ട് ഈ സിനിമയിൽ ഒരു സാഹചര്യത്തിൽ പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിലുടനീളം നല്ല കയ്യടി കിട്ടിയ ഒരു മൊമെന്റ് തന്നെയായിരുന്നു ആ ഒരു സ്ലാങ് വേരിയേഷനും അദ്ദേഹത്തിന്റെ ആ ഒരു കോമഡി ടൈമിങ്ങും. അപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഫാമിലി ആയിട്ട് പോയി കണ്ട് രസിക്കാവുന്ന ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് സിനിമ ഫീൽ ആക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.